നിയമം വിട്ടിട്ട് മാളയിലേക്ക് പോയി. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല രീതിയിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാജഗോപാൽ സാറ് തന്നെ നോക്കൂ, 7 or 8 പ്രാവശ്യം നേമത്ത് തന്നെയാണ് തോറ്റിട്ടുള്ളത്. അവസാനം ജനങ്ങൾക്ക് തന്നെ തോന്നി ഇത്രയും അദ്ദേഹം ഇവിടെ കിടന്ന് ശ്രമിക്കുകയില്ല. 7 എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഉണ്ടായ പരാജയം. ഞാൻ മണ്ഡലത്തിലും പല പ്രാവശ്യം നിന്നു, പക്ഷെ അപ്പോഴും ജയിച്ചിട്ടില്ല. പക്ഷെ അവസാനം അദ്ദേഹം ജയിച്ചു. പക്ഷെ നല്ലൊരാളാണ്, റെയിൽവേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെപ്പോലെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയും വരുന്നതും ആ ലക്ഷ്യത്തോടെ ആയിരിക്കാം. നിയമമണ്ഡലം ജയിക്കണമെന്നുള്ളതാണ്. ജയിക്കണം, തീർച്ചയായിട്ടും ജയിക്കണമെന്നുള്ളതാണ്. പക്ഷെ ആ ജയം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പേ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇടേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം അതിൻ്റെ കൂടെ കണക്കുകൾ നോക്കിക്കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ മണ്ഡലം ഇവിടെ നിൽക്കുന്ന കൗൺസിലർമാർക്ക് കൂടെ ഒരു പ്രാധാന്യം കൂടെ വരാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ഒരു രാജ്യത്ത് നിൽക്കുന്ന മണ്ഡലമല്ലേ, ഇവിടുത്തെ പ്രധാനപ്പെട്ട സംസ്ഥാന പ്രസിഡൻ്റല്ലേ നിൽക്കുന്നത്, അതിൻ്റെ കൂടി 5 വോട്ടെങ്കിലും കയറട്ടെ എന്നുള്ളതായിരിക്കാം. അതൊക്കെ അവരുടെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും നേമത്ത് വളരെ ടൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നേമമണ്ഡലം പല രീതിയിലും മാറിയും മറിഞ്ഞും പോകുന്നൊരു മണ്ഡലമാണ് നേമമണ്ഡലം. ഈ ഇടയ്ക്ക് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിള്ളയെ പിടിച്ച് നിർത്തി, അതൊരു തെറ്റായ കാര്യമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നു, ജനതാദളിൻ്റെ അവിടെ കയറി നിന്നു, ഒന്നുമില്ലാതായിപ്പോയി. പക്ഷെ ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഇപ്പം തന്നെ ശിവൻകുട്ടി സാറ് നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.